ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 4ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ആൻഡ്സ് എന്നുള്ള പോയമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഹിയർ ഈസ് എ പോയം എബൌട്ട് ആൻഡ്സ്, റീഡ് ആൻഡ് എൻജോയ്. ഉറുമ്പുകളെ കുറിച്ചൊരു കവിത ഇതാ വായിച്ച് ആസ്വദിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പോയത്തിൻ്റെ പേര് ആൻഡ്സ്, ഉറുമ്പുകൾ. ആരാണ് എഴുതിയിരിക്കുന്നത്? ഗാരി ബ്രൈസൺ. ഓക്കെ. Such a little thing we call the ant. Such a little thing, ഒരു ചെറിയ വസ്തു, we call the ant, നമ്മളതിനെ ഉറുമ്പ് എന്ന് വിളിക്കുന്നു. ഓക്കെ. ഇറ്റ് സീംസ് he has no word for cannot. ഇറ്റ് സീംസ്, നമുക്ക് തോന്നുന്നു, he has no word for, അതായത് അവർക്ക് cannot എന്നൊരു വാക്ക് അറിയില്ല എന്ന് നമുക്ക് തോന്നുന്നു. കഴിയില്ല എന്ന വാക്ക് അവർക്ക് അറിയില്ല എന്ന് നമുക്ക് തോന്നുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ്, ദേ വിൽ ക്ലിം അപ്പ് ഓവർ എറൗണ്ട് ആൻഡ് ത്രോ. എന്താണ് ദേ വിൽ ക്ലിം അപ്പ് ഓവർ? അവ മുകളിലേക്ക് കയറിപ്പോകും. എറൗണ്ട് ചുറ്റിക്കറങ്ങും. ആൻഡ് ത്രോ, അതിലൂടെയും കടന്നു പോകും. ഇറ്റ് സീംസ് ദർ ഈസ് നത്തിങ് ആൻഡ്സ് കനോട്ട് ഡു. ഇറ്റ് സീംസ്, തോന്നുന്നു, ദർ ഈസ് നത്തിങ് ആൻഡ്സ് കനോട്ട് ഡു, ഉറുമ്പുകൾക്ക് കഴിയാത്തതായി ഒന്നുമില്ല എന്ന് നമുക്ക് തോന്നുന്നു. ദേ നെവർ ക്വിറ്റ്, ദേ നെവർ സ്റ്റേ. ദേ നെവർ ക്വിറ്റ്, അവർ ഒരിക്കലും ഉപേക്ഷിക്കില്ല. ദേ നെവർ സ്റ്റേ, അതുപോലെ ഒരിക്കലും ഒരിടത്ത് ഉറപ്പിച്ച് നിൽക്കില്ല. ദേ ആൾവേസ് ഫൈൻഡ് അനദർ വേ. ദേ ആൾവേസ്, അവർ എപ്പോഴും, ഫൈൻഡ് അനദർ വേ, മറ്റൊരു വഴി കണ്ടെത്തും. ടു ഗെറ്റ് ടു വെർ ദേ നീഡ് ടു ഗോ, അതായത് അവർക്ക് പോകേണ്ട സ്ഥലത്ത് എത്താൻ. ഐ വണ്ടർ ഹൗ ദേ സീം ടു നോ. ഐ വണ്ടർ ഹൗ ദേ സീം ടു നോ. ഐ വണ്ടർ, എനിക്ക് അത്ഭുതമുണ്ട്. ഹൗ, എങ്ങനെ, ദേ സീംസ് ടു നോ, അവർക്ക് അറിയാം, അതായത് അവർക്ക് എത്തേണ്ട സ്ഥലം അവർക്ക് എങ്ങനെ അറിയാം എന്നതിൽ എനിക്ക് അത്ഭുതമുണ്ട്. ഓക്കെ. ദിസ് ബഗ് സോ സ്മാള്, ദിസ് ടൈനി സ്പെക്ക്. എന്താണ് ദിസ് ബഗ് സോ സ്മാള്? അതായത് ബഗ് പ്രാണി, ഈ ചെറിയ പ്രാണി. ദിസ് ടൈനി സ്പെക്ക്, അതുപോലെ നമ്മൾ ഈ ചെറിയ പൊട്ട് എന്നൊക്കെ പറയില്ലേ, ഉറുമ്പ്, അത്. ക്യാൻ ടീച്ചസ് ആൾ ഹൗ ടു ഏൺ റെസ്പെക്റ്റ്. ക്യാൻ ടീച്ച്, നമ്മളെ പഠിപ്പിക്കും. ആസ് ആൾ, എല്ലാതും. ഹൗ ടു ഏൺ റെസ്പെക്റ്റ്, എങ്ങനെ ബഹുമാനം നേടാമെന്ന് അവ നമ്മളെ പഠിപ്പിക്കും. ഓക്കെ. ഇത്ര ഉള്ളി ഒരു കുഞ്ഞു പോയാണ് ഉറുമ്പിനെ കുറിച്ചിട്ട്. എന്താണ് ഗാരി ബ്രൈസൻ്റെ ഈ ഒരു കുഞ്ഞു പോയ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതായത് ഉറുമ്പ് ഒരു ചെറിയ വസ്തുവാണ്. അത് അതിന് കഴിയാത്തതായിട്ട് ഈ ലോകത്ത് ഒന്നും തന്നെ ഇല്ല. അതിന് കയറാനും ചുറ്റിക്കറങ്ങാനും എല്ലാത്തിനും സാധിക്കും. അതുപോലെ അത് നമ്മളെ റെസ്പെക്റ്റ് എന്താണെന്ന് നമ്മളെ പഠിപ്പിച്ചു തരും. അതേമാതിരിക്ക് അതിന് പോകേണ്ട ദിശ എങ്ങോട്ടാന്ന് അതിനെ അറിയുകയും ചെയ്യും. അത്രയൊരു ചെറിയ പ്രാണിക്ക് അവ വഴി തെറ്റാതെ പോവും. ഇത്രയൊക്കെയാണ് ഇതിൽ പറയുന്നത്. ഇനി ബാക്കി നോക്കാം നമുക്ക്. ഇതിൻ്റെ ഗ്ലസറി നോക്കാം. ഇത് പോയത്തിൽ കുറച്ച് വേർഡ്സും അതിൻ്റെ മീനിങ്ങുമാണ്. ഫസ്റ്റ്, ബഗ്, അത് എ സ്മാൾ ഇൻസെക്റ്റ്, ഒരു ചെറിയ പ്രാണി എന്നാണ് അതിൻ്റെ മീനിങ്. അടുത്തത് ക്വിറ്റ്, ടു ലീവ്, അതായത് നമ്മൾ ഉപേക്ഷിക്കുക, അതിനെ വിടുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. സ്പെക്ക്, സംതിങ് വെരി സ്മാള്, അതായത് വളരെ ചെറിയ എന്തോ ഒന്ന്, അതാണ് അതിൻ്റെ അർത്ഥം. അടുത്തത് വണ്ടർ, എ ഫീലിംഗ് ഓഫ് അമാസ്മെൻറ്റ്, ഒരു വിസ്മയം, ഒരു അത്ഭുത കാഴ്ച എന്നൊക്കെ പറയില്ലേ, അതാണ് അമാസ്മെൻറ്റ്. ഇനി നമുക്ക് അതിൻ്റെ ആക്ടിവിറ്റി ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ പോയറ്റ് സേസ് ദാറ്റ് ആൻഡ്സ് ഡോണ്ട് നോ ദ വേർഡ് കനോട്ട്, വൈ? അതായത് കവി പറയുന്നത് ഉറുമ്പുകൾക്ക് കഴിയില്ല എന്ന വാക്ക് അറിയില്ല എന്നാണ്. നമ്മൾ കവിതയിൽ പഠിച്ചല്ലോ, അതെന്തുകൊണ്ടാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ ആൻസർ നോക്കാം. ദ പോയറ്റ് സേസ് ദാറ്റ് ആൻഡ്സ് ഡോണ്ട് നോ ദ വേർഡ് കനോട്ട്, കവി പറയുന്നത് ഉറുമ്പുകൾക്ക് കഴിയില്ല എന്ന വാക്ക് അറിയില്ല എന്നാണ്. ബിക്കോസ്, കാരണം, ദേ ആർ കൺസിസ്റ്റൻ്റ്ലി ഡെപ്പിക്റ്റഡ് ആസ് പെർസിസ്റ്റൻ്റ് ആൻഡ് ഡിറ്റർമിൻഡ് ക്രിയേറ്റേഴ്സ്, അതായത് ഉറുമ്പുകളുടെ സ്ഥിരോത്സാഹവും എല്ലാത്തിനുള്ള കഴിവും ദൃഢനിശ്ചയവുമുള്ള ജീവികളായി സ്ഥിരമായി ചിത്രീകരിക്കുന്നതിനാലാണ് അവർക്ക് കഴിയില്ല എന്ന വാക്ക് അറിയില്ല എന്ന് കവി പറയുന്നത്. എല്ലാത്തിനും സ്ഥിരവും എല്ലാത്തിനും ഉഷാറായിരിക്കും. ദേ ഡീമോൺസ്ട്രേറ്റ് ആൻ അൺവേവറിങ് കമ്മിറ്റ്മെൻറ്റ് ടു ദെയർ ടാസ്ക്സ്, അതായത് അവരുടെ ജോലികളോട് അവ പ്രതിബദ്ധത പ്രകടിപ്പിക്കുന്നു. അവരുടെ ജോലി അവർ വിട്ട് കളയുന്നില്ല. ഓക്കെ.
എങ്ങനെ? സച്ച് എ ഗാദറിംഗ് ഫുഡ് ഓർ ബിൽഡിംഗ് ദെയർ നെസ്റ്റ്സ്. അതായത് ഭക്ഷണം ശേഖരിക്കുകയോ കൂടുകൾ പണിയുകയോ ചെയ്യുമ്പോൾ. ഈവൻ വെൻ ഫേസ്ഡ് വിത്ത് ഒബ്സ്റ്റാക്കിൾസ് ഓർ സെറ്റ് ബാക്സ്. തടസ്സങ്ങളോ തിരിച്ചടികളോ ഫേസ് ചെയ്യുമ്പോൾ പോലും ഫുഡ് ശേഖരിക്കുന്നതോ കൂടുണ്ടാക്കുന്നതോ, അതായത് അവരുടെ ജോലിയോട് അവർ പ്രതിബദ്ധത പുലർത്തുന്നു എന്നാണ്. ഓക്കെ. Their actions suggest a complete lack of discouragement or the concept of giving up. Their actions, അവരുടെ പ്രവർത്തനങ്ങൾ, സജസ്റ്റ് സൂചിപ്പിക്കുന്നു എ കംപ്ലീറ്റ് ലാക്ക് ഓഫ് ഡിസ്കറേജ്മെൻറ്റ്, നിരുത്സാഹത്തിൻ്റെ പൂർണ്ണമായ അഭാവത്തെയോ, ഓർ ദ കോൺസെപ്റ്റ് ഓഫ് ഗിവിങ് അപ്പ്, ഉപേക്ഷിക്കൽ എന്ന ആശയത്തെയോ സൂചിപ്പിക്കുന്നു. എംബോഡിയിങ് എ സ്പിരിറ്റ് ഓഫ് കണ്ടിന്യൂസ് എഫേർട്ട് അൺടിൽ ദെയർ ഗോൾസ് ആർ അച്ചീവ്ഡ്. അതായത് അവരുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നത് വരെ തുടർച്ചയായ പരിശ്രമത്തിൻ്റെ മനോഭാവത്തിൽ ഉൾക്കൊള്ളുന്നു. ഓക്കെ. ദിസ് ഇംപ്ലൈസ് ദാറ്റ് ദ ഐഡിയ ഓഫ് കനോട്ട് ഈസ് ആബ്സെൻറ്റ് ഫ്രം ദെയർ നേച്ചർ ആൻഡ് ബിഹേവിയർ. അതായത് കഴിയില്ല എന്ന ആശയം അവരുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ഇല്ല എന്ന് ഇതിൽ സൂചിപ്പിക്കുന്നു. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഇൻ വാട്ട് വേസ് ഡു ആൻസ് ഷോ ദെയർ സ്ട്രെങ്ത് ഈവൻ ത്രൂ ദേ ആർ സ്മാൾ. എന്താണ് ഇൻ വാട്ട് വേസ് ഡു ആൻസ്? അതായത് ഏത് വഴിയിലൂടെയാണ് ഷോ ദെയർ സ്ട്രെങ്ത്, ഉറുമ്പുകൾ അവയുടെ ശക്തി പ്രകടിപ്പിക്കുന്നത്, ഈവൻ ത്രൂ ദേ ആർ സ്മാൾ, അവ ചെറുതാണെങ്കിലും. എങ്ങനെയാണ് അവ ശക്തി പ്രകടിപ്പിക്കുന്നത്? ആൻസർ നോക്കാം. ലിഫ്റ്റിംഗ് ആൻഡ് ക്യാരിങ് ഹെവി ഒബ്ജക്ട്സ്. ലിഫ്റ്റിംഗ് ആൻഡ് ക്യാരിങ് എന്ന് പറഞ്ഞാൽ ഉയർത്തലും ചുമക്കലും. ഹെവി ഒബ്ജക്ട്സ് ഭാരമുള്ള വസ്തുക്കൾ. എ സിംഗിൾ ആൻഡ് ക്യാൻ ലിഫ്റ്റ് ആൻഡ് ക്യാരി ഒബ്ജക്ട്സ് മെനി ടൈംസ് ഇറ്റ്സ് ഓൺ ബോഡി വെയ്റ്റ്. അതായത് ഒരു സിംഗിൾ ആൻഡ് ഒരു ഉറുമ്പിനെ ലിഫ്റ്റ് ആൻഡ് ക്യാരി ഒബ്ജക്ട്സ് ഉയർത്താൻ കഴിയും ഒബ്ജക്ട്സ് മെനി ടൈംസ് ഇറ്റ്സ് ഓൺ ബോഡി വെയ്റ്റ്. അതായത് അതിൻ്റെ ശരീരത്തിനെക്കാട്ടിലും ഭാരമുള്ള വസ്തുക്കൾ വരെ ഒരൊറ്റ ഉറുമ്പിന് ഉയർത്താൻ കഴിയും എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അടുത്തത് വിത്ത് സം സ്പീഷ്യസ് കേപ്പബിൾ ഓഫ് ലിഫ്റ്റിംഗ് അപ് ടു 50 times ദെയർ വെയ്റ്റ്. വിത്ത് സം സ്പീഷ്യസ്, ചില ജീവിവർഗങ്ങൾക്ക് കേപ്പബിൾ ഓഫ് ലിഫ്റ്റ് ടു 50 times ദെയർ വെയ്റ്റ്, അവയുടെ വെയ്റ്റിനെക്കാട്ടിലും 50 മടങ്ങ് ഭാരമുള്ള വസ്തുക്കൾ ഉയർത്താൻ പറ്റും ചില സ്പീഷ്യസിന്. ദിസ് ഈസ് ഡ്യൂ ടു ദെയർ യൂണിക് ബയോമെക്കാനിക്സ് ആൻഡ് ദ സ്കെയിലിംഗ് ലോസ് ദാറ്റ് മേക്ക് ദെയർ മസിൽസ് പ്രൊപ്പോർഷണലി സ്ട്രോങ്ങർ റിലേറ്റീവ് ടു ദെയർ സ്മാൾ ബോഡി മാസ്. അതായത് അവയുടെ അതുല്യമായ ബയോമെക്കാനിക്സ് പേശികളെ അവയുടെ ചെറിയ ശരീരഭാരവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ആനുപാതികമായി ശക്തമാക്കുന്ന സ്കെയിലിംഗ് നിയമങ്ങളാണ് ഇതിന് കാരണം, ഉറുമ്പുകൾക്ക് ഇങ്ങനെയൊക്കെ കഴിയുന്നതിന് കാരണം. ഓക്കെ. ഇനി നമുക്ക് ഒരു വഴിയും കൂടി നോക്കാം ശക്തി പ്രകടിപ്പിക്കുന്നതിന്. അടുത്തത് വിത്ത് സ്റ്റാൻഡിങ് പ്രഷർ, അതായത് സമ്മർദ്ദം താങ്ങൽ. Studies have shown that the neck joint of certain ant species can withstand pressures up to 5000 times their body weight. അതായത് ചില പഠനങ്ങൾ പറയുന്നുണ്ട് ചില ഉറുമ്പുകളുടെ കഴുത്തിലെ സന്ധിക്ക് അവയുടെ ശരീരഭാഗത്തിൻ്റെ 5000 മടങ്ങ് വരെ സമ്മർദ്ദം താങ്ങാൻ കഴിയുമെന്ന് നമുക്ക് കാണിച്ചു തരുന്നുണ്ട് ചില പഠനങ്ങൾ. ഹൈലൈറ്റിംഗ് ദ റോബസ്റ്റ് എഞ്ചിനീയറിംഗ് ഓഫ് ദെയർ ബോഡീസ്. ഇത് അവയുടെ ശരീരത്തിൻ്റെ ശക്തമായ എഞ്ചിനീയറിങ്ങിനെ എടുത്തു കാണിക്കുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നിങ്ങൾ ടെക്സ്റ്റിൽ ഇത് എഴുതുമ്പോൾ വിത്ത് സ്റ്റാൻഡിങ് പ്രഷർ, അതുപോലെ ലിഫ്റ്റിംഗ് ആൻഡ് ക്യാരിയിങ് ഹെവി ഒബ്ജക്ട്സ്, ഇത് രണ്ടും മാത്രം എഴുതി കൊടുത്താൽ മതി കേട്ടോ. അതിൻ്റെ വഴികൾ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ലെസൺസ് ക്യാൻ യു ലേൺ ഫ്രം ദ ലൈഫ് ഓഫ് ആൻഡ്സ്. അതായത് ഉറുമ്പുകളുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങൾക്ക് എന്തൊക്കെ പാഠങ്ങൾ പഠിക്കാൻ കഴിയും എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. എന്തൊക്കെ പറ്റുമെന്ന് നമുക്ക് ആൻസർ നോക്കാം. ടീം വർക്ക് ആൻഡ് കോപ്പറേഷൻ, അതായത് ടീം വർക്ക് അതേപോലെ സഹകരണം. Ants work together seamlessly to achieve common goals such as foraging for food, building nests and defending the colony. അതായത് ഉറുമ്പുകൾ ടീമായി പ്രവർത്തിക്കുന്നു. എന്തിന്? ഭക്ഷണം നേടാൻ, കൂടുകൾ പണിയാൻ, അതുപോലെ അവരുടെ കോളനിയെ സംരക്ഷിക്കാൻ തുടങ്ങിയ പൊതു ലക്ഷ്യങ്ങളൊക്കെ നേടിയെടുക്കുന്നതിനായി ഒരു തടസ്സമില്ലാതെ അവർ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു.
This demonstrates the power of collective effort and cooperation. ഇത് കൂട്ടായ പരിശ്രമത്തിൻ്റെയും സഹകരണത്തിൻ്റെയും ശക്തി പ്രകടമാക്കുന്നു. അതായത് ഓലെ ഈ കോളനിക്ക് വേണ്ടിയിട്ടുള്ളതും ഫുഡൊക്കെ നേടുക അങ്ങനത്തെ പ്രവർത്തനങ്ങളൊക്കെ കൂട്ടായ പരിശ്രമത്തിൻ്റെയും സഹകരണത്തിൻ്റെയും ശക്തി ഒന്നും കൂടി വർദ്ധിപ്പിക്കുന്നു. ഓക്കെ. ഈ പ്രിസർവൻസ് ആൻഡ് ഹാർഡ് വർക്ക്, സ്ഥിരോത്സാഹവും കഠിനാധ്വാനവും. ആൻഡ്സ് ആർ നോൺ ഫോർ ദയർ റിലൻലെസ് എഫേർട്സ് ഇൻ ഗ്യാതറിംഗ് റിസോഴ്സസ് ആൻഡ് ഓവർകമ്മിങ് ഒബ്സ്റ്റാക്കിൾസ്. വിഭവങ്ങൾ ശേഖരിക്കുന്നതിലും തടസ്സങ്ങൾ മറികടക്കുന്നതിലും അക്ഷീണമായ പരിശ്രമത്തിന് ഉറുമ്പുകൾ അറിയപ്പെടുന്നു. നന്നായിട്ട് അവർ പരിശ്രമിക്കും എല്ലാത്തിനും. They show remarkable persistence in their tasks even when faced with challenges. അതായത് വെല്ലുവിളികൾ ഫേസ് ചെയ്യുമ്പോൾ പോലും അവ തങ്ങളുടെ ജോലികളിൽ ശ്രദ്ധേയമായ സ്ഥിരോത്സാഹം കാണിക്കുന്നു. മനസ്സിലായല്ലോ. അതായത് കുറേ വെല്ലുവിളികളൊക്കെ നേരിടുമ്പോഴും അവരുടെ ജോലിയിൽ സ്ഥിരോത്സാഹം കാണിക്കുന്നു. അതായത് ജോലി വിട്ടു പോകുന്നില്ല, സ്ഥിരമായിട്ടത് ചെയ്യുന്നു. ഓക്കെ. അത്രയും കാര്യങ്ങളാണ് ഉറുമ്പുകളുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കഴിയുന്നത്. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. ആക്ടിവിറ്റി 1. ഇൻ ദ പോയം ആൻഡ്സ്, ദ വേർഡ്സ് ആൻഡ് ക്യാൻഡ് ആർ റൈമിംഗ് വേർഡ്സ്. ഫൈൻഡ് ഔട്ട് ഓതർ റൈമിംഗ് വേർഡ്സ് ഫ്രം ദ പോയം. അതായത് റൈമിംഗ് വേർഡ്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? റൈമിംഗ് വേർഡ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അവസാനത്തെ നമ്മൾ ആ വാക്ക് അവസാനിപ്പിക്കുമ്പോഴുള്ള വോയിസ് ഒരേപോലെ വരുന്ന വാക്കുകൾ. ഇപ്പോൾ ആൻഡ്, ക്യാൻഡ്, ഇതിൻ്റെയൊക്കെ അവസാനം കണ്ടോ ഒരേ വോയിസിലാണല്ലോ അവസാനിക്കുന്നത്. അതുപോലെ അത്തരം വേർഡ്സിനെയാണ് നമ്മൾ റൈമിംഗ് വേർഡ്സ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത, ഇത് പോയത്തിൽ ഓരോ ലൈനിൻ്റെയും അവസാനം ഭാഗത്തായിരിക്കും ഇത്തരം വേർഡ്സ് വരിക. അപ്പോൾ പോയത്തിലുള്ള അതുപോലെയുള്ള വേർഡ്സ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. 2 നമുക്ക് തന്നിട്ടുണ്ട്, ആൻഡ്, ക്യാറ്റ്. ഇനി പോയത്തിൽ വരുന്നുണ്ടോ നോക്കാം. പിന്നെ ഏതാണ്? ത്രൂ, ക്യാൻ ഡു വരുന്നില്ല. പിന്നെ അടുത്തത് വന്നിട്ട് സ്റ്റേ, വേ. അത് നോക്കൂ, അതിൻ്റെ അവസാനം ഒരേപോലെയാണ്, സ്റ്റേ, വേ എന്ന് പറയുമ്പോൾ. അപ്പോൾ അത് റൈമിംഗ് വേർഡ്സ് ആണ്. ഇത് തന്നെ ഉള്ളൂ ഈ പോയത്തിൽ വരുന്നത്. അപ്പോൾ ഇത് 4 എടുത്തിട്ട് നിങ്ങൾ അങ്ങോട്ട് എഴുതി കൊടുക്കുക കേട്ടോ. ആക്ടിവിറ്റി 2. റീഡ് ദ റിഡിൽ ഗിവൺ ബിലോ. താഴെ തന്നിട്ടുള്ള കടങ്കഥ വായിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. റിഡിൽ എന്ന് വെച്ചിട്ടുണ്ട് ഈ കടങ്കഥ. ഐ ട്വിങ്കിൾ ഇൻ ദ നൈറ്റ് സ്കൈ. രാത്രി ആകാശത്ത് ഞാൻ മിന്നിമറയുന്നു. ബ്രൈറ്റ് ആൻഡ് ഫാർ, പ്രകാശവും ദൂരവും. ഹൈ ഇൻ ദ സ്കൈ, ആകാശത്ത് ഉയർന്നതും. ആൻഡ് മെയ്ക്ക് പാറ്റേൺസ് അറ്റ് നൈറ്റ്, രാത്രിയിൽ പാറ്റേണുകൾ സൃഷ്ടിക്കുന്നു. ഹൂ ആം ഐ, ആരാണ് ഞാൻ? ആരാണ്? സ്റ്റാർ ആണ് അല്ലേ, സ്റ്റാറുകൾ, നക്ഷത്രങ്ങൾ. നൗ മേക്ക് റിഡിൽസ് അബൌട്ട് ആൻഡ്, ബട്ടർഫ്ലൈ ആൻഡ് ഹണി ബി. അതായത് ഇനി നമ്മളോട് ഉറുമ്പ്, പൂമ്പാറ്റ ആൻഡ് ഹണി ബി അതിനൊക്കെ പറ്റിയിട്ടുള്ള കുറച്ച് റിഡിൽസ് ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എങ്ങനെ ഉണ്ടാക്കാം? ഫസ്റ്റ് നമുക്ക് ഉറുമ്പാണ് തന്നിട്ടുള്ളത്. ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് ഉറുമ്പിൻ്റെ. ഐ ആം സ്മാൾ ആൻഡ് ഓഫ്റ്റൻ ഫൗണ്ട് ഇൻ എ ലൈൻ. ഞാൻ ചെറുതാണ്, പലപ്പോഴും ഒരു നിരയിലായാണ് കാണപ്പെടുന്നത്. വർക്കിംഗ് ടുഗദർ, ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിലൂടെ വി ബിൽഡ് എ ഗ്രേറ്റ് ഡിസൈൻ, ഞങ്ങൾ ഒരു ഡിസൈൻ നിർമ്മിക്കുന്നു. വി ക്യാരി ഫുഡ് മച്ച് ബിഗ്ഗർ ദാൻ അവർ സൈസ്, ഞങ്ങളുടെ വലുപ്പത്തേക്കാൾ വളരെ വലിയ ഭക്ഷണമാണ് ഞങ്ങൾ കൊണ്ടുപോകുന്നത്. ആൻഡ് ലിവ് ഇൻ കോളനീസ്, കോളനികളിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. എ ട്രൂ സർപ്രൈസ്, ഒരു യഥാർത്ഥ സർപ്രൈസ് തന്നെ. വാട്ട് ആം ഐ, എന്താണ് ഞാൻ? എന്താണ് ആൻഡ് അല്ലേ? ഇനി രണ്ടാമത്തെ ബട്ടർഫ്ലൈ ആണ്. എന്താണ്? ഐ സ്റ്റാർട്ട് ആസ് എ ടൈനി ക്രാവ്ലിംഗ് ഫ്രണ്ട്, ഞാനൊരു ചെറിയ ഇഴയുന്ന സുഹൃത്തായി തുടങ്ങുന്നു. ദെൻ ട്രാൻസ്ഫോം ഇൻ എ വേ ദാറ്റ് നോസ് നോ എൻഡ്, പിന്നീട് അവസാനമില്ലാത്ത രീതിയിൽ രൂപാന്തരപ്പെടുന്നു. വിത്ത് കളർഫുൾ വിങ്സ്, കളർഫുള്ളായ ചിറകുകളോടെ. ഐ ഫ്ലൂട്ടർ ആൻഡ് സോർ, ഞാൻ പറന്നുയരുന്നു. ഫ്രം ഫ്ലവർ ടു ഫ്ലവർ, പൂവിൽ നിന്ന് പൂവിലേക്ക്. ഐ എക്സ്പ്ലോർ, ഞാൻ പര്യവേക്ഷണം ചെയ്യുന്നു. വാട്ട് ആം ഐ, എന്താണ് ഞാൻ? ബട്ടർഫ്ലൈ അല്ലേ? അടുത്തത് ഹണിബി, തേനീച്ചയാണ്. ഐ ബസ് അറൗണ്ട്, ഞാൻ ചുറ്റി നടക്കുന്നു. കളക്റ്റിംഗ് സ്വീറ്റ് ഡിലൈറ്റ്, മധുരം ആനന്ദം ശേഖരിച്ചുകൊണ്ട്. ഫ്രം ബ്ലൂമിംഗ് ഫ്ലവേഴ്സ്, വിടരുന്ന പൂക്കളിൽ നിന്ന്. മോർണിംഗ്, നൂൺ ആൻഡ് നൈറ്റ്,
രാവിലെയും ഉച്ചക്കും രാത്രിയും. ഐ ലിവ് ഇൻ എ ഹൈവ് ആൻഡ് മേക്ക് എ ഗോൾഡൻ ട്രീറ്റ്. ഞാനൊരു തേനീച്ചക്കൂട്ടിൽ താമസിച്ച് ഒരു സ്വർണ്ണ ട്രീറ്റ് ഉണ്ടാക്കുന്നു. ആൻഡ് മൈ കോളനീസ് ക്യൂൺ കീപ്സ് അസ് ആൾ കംപ്ലീറ്റ്. എൻ്റെ കോളനിയിലെ രാജ്ഞി ഞങ്ങളെ എല്ലാം പൂർണ്ണരാക്കുന്നു. ഇവിടെ ഉദ്ദേശിക്കുന്നത് മനസ്സിലായല്ലോ. ഉണ്ടാക്കുന്ന ട്രീറ്റ് എന്താണ്? തേനില്ലേ. പിന്നെ അതുപോലെ ഒരു കൂട്ടിൽ ഒരു രാജ്ഞി ഉണ്ടാവും, അത് നമുക്കറിയാം അല്ലേ. അപ്പോൾ വാട്ട് ആം ഐ, എന്താണ് ഞാൻ? ഹണി ബി. ഇനി ആക്ടിവിറ്റി 3, ലുക്ക് അറൗണ്ട് യുവർ ഹൗസ് ആൻഡ് ഫൈൻഡ് വെയർ ആൻഡ്സ് ലിവ്. നിങ്ങളുടെ വീടിന് ചുറ്റും നോക്കി ഉറുമ്പുകളെയാണ് താമസിക്കുന്നതെന്ന് കണ്ടെത്തുക. ഡ്രാവ് എ പിക്ചർ ഓഫ് ആൻഡ്സ് വർക്കിംഗ് ടുഗദർ. അവരെ നിരീക്ഷിക്കുക, എന്നിട്ട് അവർ വർക്ക് ചെയ്യണ ഒരു ചിത്രം വരയ്ക്കുക. റൈറ്റ് എ ഫ്യൂ സെൻറ്റൻസസ് അബൌട്ട് വാട്ട് ദേ ആർ ഡൂയിങ് ആൻഡ് ഹൗ ദേ ഹെൽപ്പ് ഈച്ച് അതർ. പിന്നെ അവറ്റകളെ എന്താണ് ചെയ്യുന്നതെന്നും അവരെങ്ങനെയാണ് പരസ്പരം ഹെൽപ്പ് ചെയ്യുന്നുള്ളതും കുറച്ച് സെൻറ്റൻസ് ആക്കി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്കുള്ള വർക്കാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ചാപ്റ്റർ. നിങ്ങൾക്ക് വീഡിയോസ് യൂസ്ഫുൾ ആവുന്നുണ്ട് ഈ സപ്പോർട്ട് ചെയ്യുക. ഇനിയും വേറെ ചാപ്റ്റേഴ്സൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.